എനിക്കറിയാം നിങ്ങളുടെ ആവേശമെല്ലാം നിൽക്കുന്നത് ആ ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ടിയാണ്. ഹി വിൽ ബി ഹിയർ വെറും 5 മിനിറ്റിനകം നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേരും. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരിക്കാം. കൊച്ചിയിൽ മോഹൻലാൽ ബറോസിന്റെ പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം കൊച്ചിയിൽ വലിയ പ്രൊമോഷൻ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനസാഗരമായിരുന്നു മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ കാണാൻ വേണ്ടി. അവിടെ നിന്നുള്ള വീഡിയോകളും മോഹൻലാലിന്റെ ലുക്കുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. വലിയ വൈറലായിരുന്നു. മോഹൻലാലിനെ കാണാനുള്ള തിക്കും തിരക്കും ലാലേട്ട എന്നുള്ള വിളിയും ഒക്കെ. വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം ബറോസിനെ. ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രങ്ങളൊക്കെ വൻ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. മാർക്കോയ്ക്കൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. ഇനിയിപ്പോൾ ബറോസിന്റെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബറോസ്. മോഹൻലാൽ ആദ്യം സംവിധാനം ചെയ്യുന്ന ചിത്രം ഫാന്റസി പീരീഡ് ജോണറിൽ കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായിട്ട് ബറോസ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമയുടെ അഡ്വാൻസ് റിസർവേഷനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. നാളെ രാവിലെ 10 മണി മുതൽ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് പുറത്തുവിടുന്ന വിവരം. വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന സിനിമയായതിനാൽ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ സിനിമയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം. ക്രിസ്മസ് സമയമായതിനാൽ ഫാമിലി പ്രേക്ഷകർ തന്നെയാണ് സിനിമയുടെ ലക്ഷ്യം. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയുടെ പട്ടികയിൽ ബറോസിന് മുന്നിലെത്താൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. നിലവിൽ മമ്മൂട്ടി ചിത്രമായ ടെർബോ ആദ്യ ദിനം കളക്ഷനിൽ 1-ാം സ്ഥാനത്തുള്ളത്. മോഹൻലാൽ ചിത്രമായ മലയക്കോട്ടെ വാലിബൻ 2-ാം സ്ഥാനത്തുണ്ട്. ഈ 2 സിനിമകളെയും ബറോസിന് മറികടക്കാനാകുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി OTT പ്ലേ റിപ്പോർട്ട് ചെയ്തു. 2 മണിക്കൂറും 34 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യമെന്നാണ് സൂചന. ഇതുവരെ ഇറങ്ങിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള എല്ലാ കണ്ടന്റുകൾക്കും മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പാട്ടുകളാട്ടെ ട്രെയിലറുകളാട്ടെ എല്ലാത്തിനും മികച്ച റെസ്പോൺസ്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് മോഹൻലാലും അണിയറ പ്രവർത്തകരും. ഇനിയിപ്പോൾ നാളെ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കാത്തിരിക്കും.